ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീനിങ്സിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡേ വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ആദ്യത്തെ സെറ്റ് ഓഫ് കാർഡ് നിങ്ങളുടെ എനർജിയും സെക്കൻഡ് സെറ്റ് ഓഫ് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് നോക്കുന്നത്. നിങ്ങളുടെ എനർജി നോക്കിയാലോ, ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് 3 ഓഫ് പെൻറ്റക്കിൾ ആണ്. നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ അറിവ് നേടുകയും അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മേഖലയിലാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അറിവ് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഏതറിവായിക്കോട്ടെ ആ അറിവ് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ആ കിട്ടുന്ന അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒരു ടീം വർക്കിൻ്റെ ഭാഗമാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ ഒരു കരിയർ എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളെന്ന വ്യക്തി ഒരു കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഒരു കാര്യം പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ യൂണിവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് നിങ്ങൾക്ക് പറ്റും വിധം ചാരിറ്റി ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ആയിരിക്കണം, ടീച്ചിങ് ആയിരിക്കണം, കെയർ ടേക്കർ ജോലി ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു കരിയർ, ഒരു കമ്മ്യൂണിറ്റി, ഒരു കൂട്ടായ്മ എന്നൊക്കെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്ന ഒരു കരിയറാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. നിങ്ങളെന്ന വ്യക്തിയും ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്ന ഒരു വ്യക്തിയാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. മറ്റുള്ളവരുടെ ഇമോഷൻസ് അറിഞ്ഞുകൊണ്ട്, അവർക്ക് വാല്യൂ കൊടുത്തുകൊണ്ട്, അവരെ കേൾക്കാൻ തയ്യാറാകുന്ന, അവരുടെ മനസ്സിനെ മനസ്സിലാക്കുന്ന നിങ്ങളെ തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഇവിടെ സെക്കൻഡ് കാർഡ് കിട്ടിയിട്ടുള്ളത് 8 ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ ഇമോഷനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണൽ സെപ്പറേഷനിലാണെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് ഇപ്പോൾ ലെറ്റിൻ ഗോ സിറ്റുവേഷനിലാണെന്ന് പറയുന്നു. നിങ്ങളുടെ ലൈഫിനെയാണ് നോക്കിക്കാണുന്നത്. അവര് വരുമ്പോൾ വരട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളിപ്പോൾ സ്വീകരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ എനർജിയാണ്. യൂണിവേഴ്സിൻ്റെ പാതയിലൂടെയാണ് നിങ്ങൾ പോകാൻ ശ്രമിക്കുന്നത്. ആ പിക്ചർ നോക്കൂ. നിങ്ങളുടെ പേഴ്സൺ എന്ന ആ ഒരു കപ്പിനെ നിങ്ങൾ താൽക്കാലികമായി മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറേ അവരെ ചേസ് ചെയ്തിട്ടുണ്ടാവണം, അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവണം, അവർ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഒത്തിരി റീഡിങ്സും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ തന്നെ സെൽഫ് ലവ് ചെയ്യുകയാണിപ്പോൾ. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കാണാണ്. നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു പ്രകാശത്തിലേക്ക് നിങ്ങൾ നോക്കി നിൽക്കുകയാണ്. നിങ്ങളിലേക്ക് വരുന്ന ഒരു ഫ്യൂച്ചറിലേക്ക് നോക്കി നിൽക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് ഉയർച്ച തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ആ ഒരു പാതയിൽ, നിങ്ങൾ പോകുന്ന ഒരു വഴിയിൽ നിങ്ങളെ ബ്ലെസ് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് ഉണ്ട്. നിങ്ങളുള്ള ആ ഒരു നെഗറ്റിവിറ്റിയെ റിമൂവ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ആ ഒരു ചിന്തയെ റിമൂവ് ചെയ്യുക. പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ശരിയായ പാതയിലാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ പുരോഗതിയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങളെന്ന വ്യക്തിയിൽ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു, നിരാശയുണ്ടായിരുന്നു, വേദനയുണ്ടായിരുന്നു. അതെല്ലാം മാറിക്കൊണ്ട് പുരോഗതിയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിക്കുന്നത്. അബണ്ടനെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾ ആണ്. നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ആ ഒരു പുരോഗതിയാണ് യൂണിവേഴ്സ് ആ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. ഇവിടെ ഓവർഫ്ലോയിങ് എന്നാണ് പറയുന്നത്. ഓവർഫ്ലോയിങ് മെറ്റീരിയൽ അബണ്ടൻസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. നിങ്ങൾ ഏതു കാര്യത്തിനാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചർ, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ, അതിലൊക്കെ നിങ്ങൾക്ക് പുരോഗതി വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും. അത്രമേൽ സമ്പൽ സമൃദ്ധിയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കാൻ പോകുന്നത്. നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളോട് ക്ഷമയോടുകൂടി കാത്തിരിക്കാനാണ് പറയുന്നത്. മറ്റുള്ളവർ പറയുന്നുണ്ടാവാം, നിന്നെ കൊണ്ട് എന്താ സാധിക്കുക, നീ ഇങ്ങനെ പോയാൽ നിന്റെ ലൈഫ് എങ്ങനെയാവും, നിരാശപ്പെടുത്തുന്നുണ്ടാവാം, വേദനിപ്പിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവാം, ഞാൻ എത്ര നാളെ എൻ്റെ യൂണിവേഴ്സ് പ്രാർത്ഥിക്കുന്നു. ചില സമയങ്ങളിൽ എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നുകയാണ്, എന്നാൽ ചില സന്ദർഭങ്ങളിൽ എനിക്ക് വളരെ നിരാശയാണ് തോന്നുന്നത്. നിങ്ങൾ ചോദിക്കുന്നില്ലേ യൂണിവേഴ്സിനോട്? എന്നാൽ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്നറിയോ? ക്ഷമയോടുകൂടി കാത്തിരിക്കാനാണ്. നിങ്ങൾക്ക് വലിയൊരു പുരോഗതിയാണ് യൂണിവേഴ്സ് തരുന്നത്. മറ്റുള്ളവർക്ക് വരുന്ന അച്ചീവ്മെൻറ്റ് കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിലേക്ക് അതിനേക്കാളും മികച്ചത് തരാനാണ് യൂണിവേഴ്സ് നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന് പറയുകയാണ്. നിങ്ങൾ
സമാധാനത്തോടുകൂടി ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യൂ. നിങ്ങളെന്ന വ്യക്തി ഡിറ്റർമിനേഷനോടുകൂടി വെയിറ്റ് ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് കംഫർട്ടായിട്ടുള്ളതും സെക്യൂരിറ്റി ആയിട്ടുള്ളതുമായ അബണ്ടൻ്റാണ് യൂണിവേഴ്സ് കൊണ്ടുതരുന്നത്. ഗ്രോത്താണ് കാണിക്കുന്നത്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഗ്രോത്ത്, നിങ്ങളുള്ള ഗ്രോത്ത് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിക്കുന്നത്. നിങ്ങൾ പുരോഗതിയുടെ വക്കീലാണെന്ന് പറയുന്നു. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് പുരോഗതി വരുന്നു. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ദ ഹാങ്ഡ് മാൻ ആണ്, ഹാങ്ങിങ് മാൻ ആണ്. നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആവുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിനെ നോക്കി കാണുന്നത്. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ക്ഷമയോടുകൂടി ഒന്ന് കാത്തിരിക്കും. ഈ 4 കാർഡും പറയുന്നത് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു പുരോഗതി തന്നെയാണ്. ക്ഷമയാണ് ആവശ്യം, പോസിറ്റിവിറ്റിയാണ് നമ്മളിലേക്ക് ആവശ്യം. ഒരു നെഗറ്റീവും നമുക്ക് ആവശ്യമില്ല. നമ്മളെന്ന വ്യക്തി യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് തരാനാണ് നമ്മുടെ യൂണിവേഴ്സ് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും യൂണിവേഴ്സിൽ സറണ്ടറായി പ്രാർത്ഥിക്കാൻ തന്നെയാണ് ഞാനും പറയുന്നത്. ഇനി ബാക്കിയുള്ള 4 കാർഡ്സ് ഉണ്ട്. അതിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഫസ്റ്റ് കാർഡ് തന്നെ കിട്ടിയിട്ടുള്ളത് ഡെവിളാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്, മാറി നിൽക്കുന്നത് ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലമാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അവരാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷന് കാരണമെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. തേർഡ് പാർട്ടിയുടെ പ്രവൃത്തി മൂലം, അവരുടെ വാക്ക് കേട്ട് അവർക്ക് വേണ്ടിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ സമയത്ത് നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല എങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റീബർത്തും ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ഒരു സൈക്കിള് തിരിഞ്ഞ് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് കാണിക്കുന്നത്, റീബർത്തിനെയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ചേഞ്ചാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിന് തന്നെ മാറ്റം വരുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ചേഞ്ച് സംഭവിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ് ആണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നതെങ്കിൽ, കുറേ നാളായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ഇല്ല എങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് അവിടെ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്നുള്ള പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് ആണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഒരു അവയർനെസ് ആണ് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ആവശ്യം. നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷനിൽ ഒത്തിരി അറിവുകൾ നേടുക എന്നുള്ളൊരു കടമയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഒന്നുമല്ലാത്തൊരാൾ എന്തായി മാറണം? ഒത്തിരി അറിവുള്ളൊരു വ്യക്തിയായിട്ട് മാറണം. നിങ്ങളുടെ ലൈഫിനെ നോക്കി കാണുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരണം. ആ ഒരു കാലയളവ് നിങ്ങളോട് യൂട്ടിലൈസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് ആ പേഴ്സൺ മടങ്ങി വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് യൂണിവേഴ്സ് പറയുന്നു. അവരിൽ മാറ്റം വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് അവരുടെ കരിയർ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അവരുടെ കരിയറിൽ വളരെയേറെ പ്രോഗ്രസ് ആണ്. ഡേ നൈറ്റ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. രാവും പകലും വർക്ക് ചെയ്യുന്ന ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കരിയർ എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡ് ആയിരിക്കണം, പോലീസ് ആയിരിക്കണം, സോൾജിയേഴ്സ് ആയിരിക്കണം. അങ്ങനെ രാവും പകലും അധ്വാനിക്കേണ്ടതിൻ്റെ ആവശ്യകതയുള്ള പേഴ്സൺ ആണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. അവരുടെ ആംബിഷനെയാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. യൂണിവേഴ്സ് പറയുന്നു മറ്റുള്ളവരുടെ പ്രവൃത്തി മൂലം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി എന്നുള്ളത് സത്യമാണ്. എങ്കിലും അവർ അവരുടെ ആ ഒരു കരിയറിൽ വളരെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് നോക്കി കാണുന്നത്. വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജി ആയിട്ട് കാണിക്കുന്നത്. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ്. അങ്ങനത്തെ ഒരു കരിയർ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ കരിയറിൽ അവർ ഡിറ്റർമിനേഷനോട് കൂടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, രാവും പകലും അവർ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവർ സക്സസ് ആണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒത്തിരി പേര് അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേര് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കരിയർ തന്നെയാണ് അവർ നോക്കിക്കാണുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. മറ്റുള്ളവർ നോക്കുമ്പോൾ വളരെ ഇൻസ്പയർ ആയിട്ട് തോന്നുന്ന ഒരു പേഴ്സൺ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 6 ഓഫ് വാൻഡ്സ് കാർഡാണ്. 6 ഓഫ് വാൻഡ്സ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ലീഡർഷിപ്പിനെയാണ് ഇവിടെ കാണിക്കുന്നത്. വിക്ടറിയാണ് കാണിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ്. ഇൻസ്പയറിങ് അതേഴ്സ് എന്നാണ് പറയുന്നത്. അവരെന്ന വ്യക്തി മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് വീണ്ടും പറയുകയാണ്.
പിന്നെ 6 ഓഫ് വാൺസ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയതെങ്കിൽ അവർക്ക് മാറ്റം വരുന്നുണ്ടെന്ന് എന്ന് തന്നെയാണ് സെക്കൻഡ് കാർഡ് പറയുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. എങ്കിൽ അവരുടെ കരിയർ എന്ന് പറയുന്നത് വളരെ ബിസി ആയിട്ടുള്ള ഒരു കരിയറാണ്. ഇതിനിടയിലും അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് 6 ഓഫ് വാൺസ് കാർഡ് പറയുന്നത്. ഒരു ഹാർമണിയാണ് കാണിക്കുന്നത്, വിക്ടറിയാണ് കാണിക്കുന്നത്. അവർ നോക്കിക്കാണുന്നത് ഒരു സക്സസ് തന്നെയാണ്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പേഴ്സൺ എനർജിയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് അവരെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എനർജി ആയിട്ട്, നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി ആയിട്ട് ഇന്ന് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിലേക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ സ്വീകരിക്കൂ, അല്ലെങ്കിൽ വിട്ടുകളയൂ കേട്ടോ. ഇന്ന് ഫുൾ മൂൺ ആണ്. എത്ര പേർക്ക് ഫുൾ മൂൺ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, കാരണം നല്ല മഴയാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ അഫർമേഷൻ ചെയ്യൂ, ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യൂ. വീഡിയോസ് ഒത്തിരി ഉണ്ട്, എൻ്റെയും അല്ലെങ്കിൽ വേറെ ഒത്തിരി പേരുടെ വീഡിയോസ് ഉണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ 3 ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഇനി ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ടാഗ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അഫർമേഷൻ ചെയ്യുക. മഴയാണ്, നല്ല മഴയാണ്, അതുകൊണ്ട് റീഡിങ് ഞാൻ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കുക. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം നിംസ്.